ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തി തയ്യാറാക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പേരക്കായാണ്. അപ്പോൾ നല്ല പഴുത്ത പേരക്ക എടുക്കുക. വൈറ്റമിൻ സി ഒക്കെ ധാരാളം ഉള്ളൊരു സംഭവമാണ് ഈ പേരക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പേരക്ക നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പേരക്ക നല്ലതുപോലെ കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ല തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്മൂത്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഒന്നുകൂടി. പിന്നെ ഞാൻ നല്ല ഫ്രീസറിലൊക്കെ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത റോബസ്റ്റ് പഴം. തൊലി മാറ്റിയിട്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. ഒത്തിരി മധുരം വേണ്ട എന്നുള്ളത് കൊണ്ടും അതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുമാണ് തേൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തർക്കും മധുരം എന്തോരം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുത്ത് കഴിക്കാം. നമ്മളിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒരു ഹെൽത്തി ബേസിൽ കഴിക്കുമ്പോൾ നമുക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇതുപോലെ സ്മൂത്തി അടിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ തേൻ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. പാല് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പാൽ ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ കുറേ പാൽ ഒഴിച്ചു കൊടുക്കരുത്, കാരണം അങ്ങനെ പാൽ കുറേ ഒഴിച്ചിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേരയ്ക്കായാലും അതുപോലെ പഴയായാലും ചിലപ്പോൾ നന്നായിട്ട് അരിഞ്ഞു കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കാം. നല്ല സ്മൂത്തിയായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ. ഇനി ഇതിലിപ്പോൾ പേരക്കായ നമ്മൾ അടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പേരക്കയുടെ കുരുവിന് ചെറിയ തരിപ്പ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു തരിപ്പൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഈ ഒരു സ്മൂത്തി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. അതുപോലെ അതിൻ്റെ കൂടെ നമുക്ക് പീനട്ട്സ് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.